ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 5 മിനിറ്റ് മതി നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് നല്ല സാൻഡ്വിച്ചിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെയോ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഗ്രീൻ ചട്നി. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ പീസിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ തൊട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പുതിന ഇലയും മല്ലിയിലയും ആണ്. അപ്പോൾ പുതിന ഇല ഞാൻ ചെറിയ തണ്ടോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്, മല്ലിയിലയും ചെറിയ തണ്ടോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ട് നന്നായിട്ട് കട്ട് ചെയ്തു നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇലയും ഞാൻ സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിനയുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് മല്ലിയിലയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം, അല്ലെങ്കിൽ മല്ലിയിലയുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് പുതിന ഇലയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പുതിനയുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞറിയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒരു സവോളയുടെ ഞാനൊരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവോള ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 4-5 ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഞാനൊരു 4 ചെറിയ അല്ലിയാണ് എടുത്തിട്ടുള്ളത്. വലിയ അല്ലിയാണെങ്കിൽ 2 അല്ലി എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുളിപ്പിന് വേണ്ടി നമ്മളിവിടെ നാരങ്ങയാണ് ആഡ് ചെയ്യുന്നത്. ചെറിയ നാരങ്ങ മുഴുവനും അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. നാരങ്ങ ഇല്ലാന്നിരിക്കട്ടെ, അപ്പോൾ പുളിവെള്ളം നിങ്ങൾ കുറച്ച് പുളി എടുത്ത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം അതിൻ്റെ വെള്ളം എടുത്താലും മതി. ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കുക, വലിയ ജാർ തന്നെ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. വേണമെങ്കിൽ പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, നല്ല ജീരകവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പുതിന ഇലയും മല്ലിയിലയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി കിട്ടുമെന്ന്. പക്ഷേ ഇതൊക്കെ അരഞ്ഞ് വരുമ്പോഴേക്കും വളരെ കുറച്ച് നമുക്ക് ചട്നിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. നമ്മൾ ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കാണ്ട് ഈ നാരങ്ങ നീര് മാത്രം ഒഴിച്ചിട്ട് നമ്മൾ പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചട്നി ഇതാ തയ്യാറായിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കുക, ഉപ്പും പുളിയും. അല്ലെങ്കിൽ പാകത്തിനല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഉപ്പോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുതിനയിലയും മല്ലിയിലയും കൊണ്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.